നമസ്കാരം. കോൺഗ്രസ് തോൽക്കട്ടെ, വോട്ട് ചെയ്തതിന് ക്ഷമിക്കണം. ഇങ്ങനെയേ പറയാൻ കഴിയൂ കോൺഗ്രസിന് വോട്ട് ചെയ്തു പോയ ഏതൊരാളും. കാരണം ഇവന്മാർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എത്രത്തോളമാണ് എന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലായി കാണും. വോട്ടെണ്ണിട്ടില്ല, വോട്ട് പെട്ടിയിൽ മാത്രമാണ്, എന്നിട്ടും മുഖ്യമന്ത്രിയാകാൻ നടക്കുന്ന മരക്കഴുതകൾ. ഇതാണ് കോൺഗ്രസിലെ നേതാക്കന്മാരുടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇതിനകത്ത് വോട്ട് ചെയ്തു പോയ, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിൽ മനം മടുത്തു പോയവർ, അവർ ചിലപ്പോൾ തിരികെ വോട്ട് ചെയ്യുമല്ലോ. അങ്ങനെ നിഷ്പക്ഷമതികളായിട്ടുള്ളവർ കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ, സതീശനെ പോലുള്ളവർ അല്ലെങ്കിൽ അതുപോലുള്ളവർ ഭരിക്കട്ടെ, നയിക്കട്ടെ എന്നൊക്കെ ചിലപ്പോൾ സ്വപ്നം കണ്ടു കാണും. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ഈ മരവാഴകളായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ, അത് ഈ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒക്കെ അടക്കമുള്ളവർ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരുന്നു. ഇതിനകത്ത് മറ്റൊരു മരപ്പൊട്ടൻ K. സുധാകരനാണ്. അങ്ങനെയുള്ള ആ മരപ്പൊട്ടൻ അടക്കം ഈ പാർട്ടിയെ കൊല വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് വോട്ട് ചെയ്തു പോയവർ ഇങ്ങനെയോ പറയൂ, അതായത് കോൺഗ്രസ് തോൽക്കട്ടെ, വോട്ട് ചെയ്തു പോയതിന് ക്ഷമിക്കണം, ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ മരപ്പൊട്ടന്മാരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. ഇതാണോ ഒരു പാർട്ടി? ഇങ്ങനെയാണോ ഒരു പാർട്ടി പോകേണ്ടത്? ഇങ്ങനെയാണോ ഒരു പാർട്ടി ചിന്തിക്കേണ്ടത്? വോട്ട് പോലും എണ്ണിയിട്ടില്ല, ജയിക്കുമോ എന്ന് തന്നെ അറിയില്ല, ഇവന്മാർക്ക് ഭൂരിപക്ഷം ലഭിക്കുമോ എന്ന് തന്നെ അറിയില്ല, അതിനു മുൻപ് മുഖ്യമന്ത്രിയാകണം. ഇവിടെ സതീശനല്ല സത്യത്തിൽ വനവാസത്തിന് പോകേണ്ടത്, ഈ പാർട്ടിയാണ്, കോൺഗ്രസ് പാർട്ടി. ഈ കോൺഗ്രസ് പാർട്ടിയെ വനവാസത്തിന് അയക്കും ഈ നേതാക്കന്മാരെല്ലാം കൂടി. കാരണം ഇപ്പോഴെങ്കിലും ഈ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനി എപ്പോഴാണ് എന്നൊരു ചോദ്യം ബാക്കിയാകുന്നു. അപ്പോൾ ഇപ്പോഴും ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ വനവാസം തന്നെയാണ് കേരളത്തിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇതോടുകൂടി മൂന്നാമതൊരിക്കൽ കൂടി പിണറായി വിജയനും LDFും അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം എന്നേക്കുമായി ചരിത്രത്തിന്റെ ഭാഗമായി തീരും. പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല ഒരു നുള്ളിനെടുക്കാൻ. മറ്റൊന്ന്, CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനമാണ്. ആ CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ പലതായി വിഭജിച്ച് പല കഷ്ണങ്ങളാക്കി മാറ്റുവാൻ BJPക്ക് കഴിയുകയും ചെയ്യും. മാത്രമല്ല, ഭിന്നിച്ച് വനവാസത്തിലേക്ക് പോകപ്പെട്ട കോൺഗ്രസിലെ ചില നേതാക്കന്മാരടക്കം, അണികളടക്കം BJPയുടെ പാളയത്തിലേക്ക് എത്തുകയും ചെയ്യും. ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് BJP വളരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ LDFനെ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വലിയ ശ്രമം നടത്തുന്നത്. അതിനകത്ത് ഈ നിഷ്പക്ഷമതികൾ അവരുടെ വോട്ടുകൾ കോൺഗ്രസിനാണ് അല്ലെങ്കിൽ UDFനാണ് ചെയ്തതെങ്കിൽ മാത്രം കോൺഗ്രസിന് അധികാരത്തിലെത്താൻ കഴിയും. ഇല്ല എങ്കിൽ ഒരിക്കൽ കൂടി അവസാനമായി ഈ പാർട്ടി വീണ്ടും ചുവക്കും, കേരളത്തിൽ വീണ്ടും ഇടത് ഭരണം വരികയും ചെയ്യും. അത് അവസാനത്തെ വരവായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതെന്തുകൊണ്ട് പറയുന്നു? ഇവിടെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഖാർഗെക്ക് KPCC കത്തയച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വല്ലാതെ വന്നു. വ്യാജ പ്രചരണമാണ് എന്ന് തെളിയുകയാണ്. കണ്ണൂർ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് ആളിപ്പടരുകയാണ്. വ്യാജ കത്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ സുധാകര അനുകൂലികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. പേരാവൂരിലടക്കം ക്രോസ് വോട്ടിങ്ങും ശക്തമായിട്ടുള്ള അടിയൊഴുക്കും ഉണ്ടായിരിക്കുന്നു. കാരണം സണ്ണി വക്കീലിനെ തോൽപ്പിക്കുക എന്നതിൽ കുറഞ്ഞതൊന്നും സുധാകരന്റെ മനസ്സിലില്ലായിരുന്നു. കാരണം ഇത്രയ്ക്കും ശക്തനാണോ സണ്ണി ജോസഫ് എന്ന് ഒരു നിമിഷം ഈ അധികാര കൊതിയനായ മരവാഴ സുധാകരൻ ചിന്തിച്ചുപോയി. അതുകൊണ്ടാണ് ചിലപ്പോൾ പേരാവൂരിൽ സണ്ണി ജോസഫ് തോൽക്കാൻ കാരണമാകുന്നത്. അതിനുള്ള ഒരു കാരണക്കാരൻ ഈ പറയുന്ന സുധാകരനും സുധാകരനോടൊപ്പം ചുറ്റി നിൽക്കുന്ന ഉപഗ്രഹങ്ങളും ആ അനുകൂലി സംഘവുമാണ്. ഇവന്മാരൊന്നും പാർട്ടിയല്ല, ഓരോ നേതാക്കന്മാരുടെ പിണിയാളുകളാണ്. അതുകൊണ്ടാണ് ഈ സൈബർ ഇടങ്ങളിൽ വന്ന് നട്ടലില്ലാത്തവന്മാർ ശരീരമില്ലാതെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ണൂർ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് പുതിയ തലത്തിലേക്ക് എത്തുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പേരിൽ വ്യാജ കത്ത് നിർമ്മിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സംഭവത്തില് സുധാകര അനുകൂലികളായിട്ടുള്ള 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. അഡ്വക്കേറ്റ് KJ ജോസഫ്, അബ്ദുൽ ഖാദർ എന്നിവർക്കെതിരെയാണ് സണ്ണി ജോസഫിന്റെ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെ ആകെ പ്രതിരോധത്തിലാക്കിയ വ്യാജ കത്ത് വിവാദം
കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ അടിയൊഴുക്കുകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കണ്ണൂർ MP കെ സുധാകരന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്ക് സണ്ണി ജോസഫ് കത്തയച്ചു എന്ന നിലയിലായിരുന്നല്ലോ പ്രചരണം. KPCCയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ തയ്യാറാക്കിയ കത്തിന്റെ പകർപ്പാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായിട്ട് അന്ന് പ്രചരിച്ചത്. ഈ കത്ത് പൂർണ്ണമായിട്ടും വ്യാജമാണ് എന്നും തന്റെ ഒപ്പും ലെറ്റർ പാഡും ദുരുപയോഗം ചെയ്തതാണ് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് KPCC അധ്യക്ഷൻ അന്ന് പരാതി നൽകി. ആ പരാതിയിലാണ് ഇപ്പോൾ തീർപ്പാകുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരന് സീറ്റ് നൽകുന്നതിലെ വിജയ സാധ്യതയെ കത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. സുധാകരന് പകരം TO മോഹനെ പിന്തുണയ്ക്കണമെന്ന നിലപാടാണ് കത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഇത്തരമൊരു കത്ത് അയച്ചിട്ടില്ല എന്ന് സണ്ണി ജോസഫ് വ്യക്തമാക്കിയെങ്കിലും സുധാകര അനുകൂലികൾ അത് വിശ്വസിക്കുവാൻ തയ്യാറായില്ല. ഈ തർക്കം കണ്ണൂരിലെ ഗ്രൂപ്പ് പോരിനെ അതിന്റെ പരകോടിയിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം പുറത്തു വന്ന കത്ത് വ്യാജമാണ് എന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്ന കെ സുധാകരൻ MPയുടെ പ്രതികരണം കൂടി വന്നപ്പോൾ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായി തീർന്നു എന്നുള്ളതാണ്. സുധാകരന് 81 വയസ്സായില്ലേ, ഇനിയെങ്കിലും നിർത്തിക്കൂടെ? അധികാര കൊതിയനായ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയാത്ത സ്ഥിതിയിലേക്ക് എത്തിയപ്പോൾ ഇനിയെങ്കിലും വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ടതല്ലേ? ഇതുപോലുള്ള മരവാഴകളൊക്കെ ചുമക്കേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഗതികേടാണ്. അയാളുടെ പ്രതികരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. സുധാകരൻ MPയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അതായത് പുറത്തു വന്ന കത്ത് വ്യാജമാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന്. അതായത് പേരാവൂരില് സണ്ണി ജോസഫിനെ തോൽപ്പിക്കുവാനുള്ള എല്ലാ കെണിയും സുധാകരനും സുധാകരന്റെ പക്ഷക്കാരും ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജയിക്കുമെന്ന് മോഹമൊന്നും വേണ്ട സണ്ണി വക്കീലെ, നിങ്ങൾ തോറ്റുപോകും. ഇത് അവിടെ ചെയ്തു കഴിഞ്ഞുള്ള കാര്യത്തിൽ തർക്കമില്ല കേട്ടോ. അപ്പൊ സംഭവത്തിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നും സത്യം പുറത്തു വരണമെന്നൊക്കെ സുധാകരൻ വീണ്ടും ആവശ്യപ്പെടുകയാണ്. കത്ത് വ്യാജമാണ് എന്ന് സണ്ണി ജോസഫ് ആവർത്തിക്കുമ്പോഴും ഈ പാർട്ടിയിലെ ഒരു വിഭാഗം അദ്ദേഹത്തെ സംശയമുനയിൽ നിർത്തുകയാണ്. എന്തുകൊണ്ടായിരിക്കും അതുണ്ടായത്? അപ്പൊ ഇവിടെ KPCC ആസ്ഥാനത്ത് നിന്നാണ് ഈ കത്ത് ചോർന്നത് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നല്ലോ. സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കണ ആവശ്യമായി സുധാകര വിഭാഗം രംഗത്തെത്തുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ചർച്ചകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലുമൊക്കെ സജീവമായതോടുകൂടി അണികളും ഒക്കെ ചേരിതിരിഞ്ഞ് മത്സരിക്കുകയും പോരടിക്കുകയും ചെയ്തു തുടങ്ങി. പേരാവൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സണ്ണി ജോസഫിന് ഈ വിവാദങ്ങൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വലിയ ഡാമേജ് ഉണ്ടാക്കും സണ്ണി ജോസഫിന്, ഉറപ്പാണ്. LDF സ്ഥാനാർത്ഥി KK ശൈലജയുമായി കടുത്ത പോരാട്ടം നടക്കുന്നതിനിടെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായിട്ടുള്ള ഈ പടലപ്പിണക്കങ്ങൾ വോട്ട് വിഹിതത്തെ ബാധിക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട്. ആശങ്കപ്പെടേണ്ട നേതൃത്വമേ തോറ്റു കഴിഞ്ഞു. പേരാവൂരിൽ കോൺഗ്രസിനുള്ളിൽ ശക്തമായിട്ടുള്ള അടിയൊഴുക്കുകളും ക്രോസ് വോട്ടിങ്ങും നടന്നതായിട്ടുള്ള സൂചനകൾ വരുന്നു. അതിന്റെ ഒരു പ്രതികാരം എന്തായാലും സണ്ണി വക്കീലിന്റെ മനസ്സിലുണ്ടാകും, ഉറപ്പാണ്. കാരണം താൻ ഏറെക്കുറെ തോറ്റു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുവാൻ അദ്ദേഹം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. 4-ാം തീയതി ആകുമ്പോഴേക്കും അദ്ദേഹം അതിനോടൊപ്പം സമരസപ്പെടുകയും ചെയ്യും. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സുധാകര അനുകൂലികളും വിഭാഗവും സണ്ണി ജോസഫിനായിട്ട് സജീവമായിട്ട് ഇറങ്ങിയില്ല എന്നുള്ള ആക്ഷേപം ശക്തമാണ്. കത്ത് വിവാദത്തെ തുടർന്ന് ഈ വിഭാഗം പ്രചാരണ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയോ നിർജീവമാകുകയോ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇത് പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നതാണ്. DGPക്കും സൈബർ പോലീസിനും സണ്ണി ജോസഫ് പരാതി നൽകിയതോടുകൂടിയാണ് അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടന്നത്. ഈ ഫേസ്ബുക്ക് അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അവസാനം സുധാകര അനുകൂലികളായിട്ടുള്ള അഡ്വക്കേറ്റ് KJ ജോസഫ്, അബ്ദുൽ ഖാദർ എന്നിവരുടെ പങ്ക് ഇപ്പോൾ കൃത്യമായിട്ട് വ്യക്തമായിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ ശത്രുത നിയമ നടപടികളിലേക്ക് നീങ്ങിയത് KPCCയുടെ നേതൃത്വത്തിന് കടുത്ത തലവേദനയാകുന്നുണ്ട്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിലനിരുന്ന തർക്കങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന വ്യാജക്കത്ത് വിവാദമായിട്ട് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കണ്ണൂരിലെ രാഷ്ട്രീയ ആധിപത്യത്തിനായിട്ട് ഗ്രൂപ്പുകൾ തമ്മിൽ നടത്തിയ പോര് പാർട്ടി സംവിധാനത്തെ തകർക്കുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അച്ചടക്ക നടപടികൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കണ്ണൂരിലെ ഗ്രൂപ്പ് തർക്കങ്ങളിൽ ഹൈക്കമാൻഡ് നേരിട്ട് ഇടപെടുമെന്നുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇനി റിസൾട്ടൊക്കെ വരട്ടെ, അതിനുശേഷമായിരിക്കും. വ്യാജക്കത്ത് നിർമ്മിച്ചവർക്കെതിരെയും അത് പ്രചരിപ്പിച്ചവർക്കെതിരെയും കർശന നടപടി വേണമെന്ന് സണ്ണി ജോസഫ് വിഭാഗം ആവശ്യപ്പെടുമ്പോൾ കത്തിന്റെ സത്യാവസ്ഥ പരിശോധിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സുധാകര പക്ഷം. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഈ കത്ത് വിവാദം വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇങ്ങനെ പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരു പാർട്ടിയെ വേറെ ഒരിടത്തും കാണില്ല. ഇലക്ഷൻ കഴിയുന്നു, ആ പോളിംഗ് കഴിഞ്ഞ് വോട്ടുകൾ പെട്ടിയിലാക്കി
അത് എണ്ണിത്തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടും മന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടും അടികൂടുന്നവന്മാർ മാത്രമുള്ള ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി. കഴിഞ്ഞ ദിവസം മറ്റൊരു MP MK രാഘവൻ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു, എന്നെ തോൽക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിൽ നിങ്ങൾ നിൽക്കണമെന്ന് അദ്ദേഹത്തെ ആരോ അങ്ങനെ സമ്മർദ്ദത്താൽ പറഞ്ഞിരുന്നുവെന്ന്. അതാരായിരിക്കാം? സതീശനെ ഉദ്ദേശിച്ചായിരിക്കാം. ആരാണെങ്കിലും പിന്നെ ഈ MP മാരാരും മത്സരിക്കണ്ട എന്ന് പറയപ്പെടുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിൽ ആ പറഞ്ഞ ആളിന്റെ വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ആണ് താങ്കളെപ്പോലുള്ള കടൽ കിഴവന്മാരെ ഇപ്പോഴും ചുമന്നു നടക്കുന്ന ഈ കോൺഗ്രസിന്റെ ഗതികേടാണ്. അതുകൊണ്ടാണ് അവരിപ്പോഴും നിങ്ങളെ മത്സരത്തിൽ നിർത്തുന്നത്. നിങ്ങളിപ്പോഴും MP ആണല്ലോ. ഇവിടെ MP ആയ നിങ്ങൾക്ക് തന്നെ ഇവിടെ MLA ആകണം എന്ന് പറയുന്നതിന്റെ ചേതോവികാരം മനസ്സിലാകുന്നില്ല. ഒരൊറ്റ കാര്യം മനസ്സിലായി, മന്ത്രിയാകാൻ ആ മന്ത്രിക്കുപ്പായമൊക്കെ അണിഞ്ഞ് അതിൽ നിന്ന് കൈയിട്ട് വാരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു അത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കും, താങ്കളെപ്പോലുള്ളവരെ ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ടതാണ്. അതിനു വേണ്ടിയിട്ട് താങ്കളോടൊപ്പം ഈ മഴയത്തും വെയിലത്തും ഒക്കെ ചേർന്ന് നിന്നിരുന്ന അണികളുണ്ട് കോൺഗ്രസിന്റെ. ആ അണികളും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. 1 ലക്ഷത്തിനോളം അടുപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിലൊക്കെ നിങ്ങളെ ജയിപ്പിച്ചു വിട്ട അവരോട് കാണിക്കുവാനുള്ള ഒരു മര്യാദ, ആ മര്യാദയെങ്കിലും കാണിക്കണ്ടേ? അത്രയ്ക്ക് വലിയ അത്യാഹിതമൊന്നും ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നില്ലല്ലോ. നിങ്ങളില്ലാതെ ഈ കേരള നിയമസഭയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാലും അത് കേരളത്തിന്റെ ശാപമാണെന്ന് കരുതി ആളുകൾ തന്നെ സഹിച്ചുകൊള്ളും. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ വരരുത്. സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ള ഈ MK രാഘവനെ പോലുള്ള K സുധാകരനെ പോലുള്ള കടൽ കിഴവന്മാരെയൊക്കെ പാർട്ടിക്ക് പുറത്താക്കണം. എവിടെയെങ്കിലും പോയിരിക്കട്ടെ. അങ്ങനെ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനകത്തുണ്ടല്ലോ യൂത്തന്മാർക്ക് എന്തുകൊണ്ട് അവസരം കൊടുക്കുന്നില്ല? കേരള രാഷ്ട്രീയത്തിനെ ഇത്രത്തോളം മലീമസമാക്കിയിട്ടുള്ളവർ ഈ K സുധാകരനും MK രാഘവനും അടക്കമുള്ള ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരാണ് എന്നുള്ളതിൽ തർക്കമില്ല. 10 വർഷക്കാലം ചത്തുകിടന്ന കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്നതിന് സതീശന് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അത് കൊടുത്തില്ലെങ്കിലും അയാളെ തള്ളിക്കളയാതിരിക്കുക. പകരം എവിടെയോ കിടന്ന KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമമുണ്ടല്ലോ, അതിന് വളരെ താളാത്മകമായിട്ട് നിൽക്കുന്നുണ്ട് KC വേണുഗോപാലും. അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ ഒരു വാക്കിൽ തീരാവുന്ന വിവാദം മാത്രമാണിത്. ഞാൻ MP ആണ്, എനിക്ക് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ മോഹമില്ല, അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നത്തിന് അഴകുഴമ്പൻ ന്യായങ്ങൾ പറഞ്ഞ് ഈ പറയുന്ന മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് നടക്കുന്ന KC വേണുഗോപാലും ഈ കേരളത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ. പണിയെടുത്തവർ അവർക്ക് കൊടുക്കട്ടെ ഈ പറയുന്ന എല്ലാ കുതിരപ്പവനും. അത് സതീശനാണെങ്കിൽ സതീശന്, രമേശനാണെങ്കിൽ രമേശൻ.